ഹലോ ഗൈസ്, പാലക്കാട് ടു ഊട്ടി ഒരു 2 വീലർ എടുത്ത് പോയപ്പോൾ ഞങ്ങൾ 2 ദിവസത്തിൽ ഏറ്റവും കൂടുതൽ കേട്ട ക്വസ്റ്റ്യൻസ് ആണ്: നിങ്ങൾ ടയേർഡായില്ലേ, നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ, നിങ്ങൾക്ക് ബോറടിച്ചില്ലേ, നിങ്ങളെ സമ്മതിച്ചു എന്നൊക്കെ. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാം. അതിനു മുന്നേ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആൻഡ് ഇൻ ടു ദ കുട്ടി വീഡിയോ. മാർച്ച് 31 ഞങ്ങൾ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ആയിട്ട് 1 ഇയർ കംപ്ലീറ്റ് ആവുന്നു. ഒരു കുഞ്ഞു ട്രിപ്പ് പ്ലാൻ ചെയ്ത് സൺഡേ കാലത്ത് ഏകദേശം 5:45 ആകുമ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് കോയമ്പത്തൂർ എത്തിയപ്പോൾ ഈ സൺറൈസ് കണ്ടു. അങ്ങനെ ഇവിടെ നിന്നതാണ്. നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു ഇതും, പിന്നെ കോയമ്പത്തൂരിലെ പൂ മാർക്കറ്റും അതൊക്കെ. നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനെ എല്ലാം ഇൻവൈറ്റ് ചെയ്ത് ഒരു കേക്ക് കട്ടിങ്ങും ഡിന്നറും ഇതൊക്കെയാണ് ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷെ പിന്നീട് ആലോചിച്ചു, എപ്പോഴും വർക്ക് പ്രഷറും ടെൻഷനും ഇതൊക്കെയല്ലേ, അപ്പോൾ അതിൽ നിന്നൊരു കുഞ്ഞ് ബ്രേക്ക് എടുത്ത് ഞങ്ങൾക്കായിട്ടൊരു പേഴ്സണൽ ടൈം കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മേട്ടുപ്പാളയം എത്തിയപ്പോൾ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഒരു അരമണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്ത് വീണ്ടും ഇറങ്ങി. കോയമ്പത്തൂർ കഴിഞ്ഞപ്പോൾ മുതൽ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് ഞങ്ങൾ വന്നത്. ബാക്കിലിരുന്ന് റൂട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് വലിയ ടാസ്ക് ആയിരുന്നു എനിക്ക്. ആൻഡ് ഫൈനലി ഞങ്ങൾ ഊട്ടി എത്താറായി. ഹെയർപിൻ ബെൻസ് കയറിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ട്രിപ്പ് അടിപൊളിയായതിന് എന്ന് തോട്ടൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഞങ്ങളിങ്ങനെ ഓരോ വർത്താനം പറഞ്ഞ് പരസ്പരം ട്രോളി നമ്മുടെ സ്കൂൾ ഡേയ്സിലെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഷെയർ ചെയ്ത് അങ്ങനെയൊക്കെയാണ് വന്നത്. കുറച്ച് മേളിലേക്ക് വന്നപ്പോൾ തണുപ്പ് കൂടി വന്നു. അപ്പോൾ ചേട്ടൻ ഷർട്ട് മാറ്റി ഞങ്ങൾ കൊണ്ടുവന്നൊരു ഹൂഡി എടുത്തിട്ടു. വരുന്ന വഴിക്ക് കുഞ്ഞു കുഞ്ഞു വാട്ടർഫോൾസും അതുപോലെ തന്നെ വ്യൂ പോയിന്റ്സും എല്ലാം കാണുമ്പോൾ ഞങ്ങൾ അവിടെ വണ്ടി നിർത്തി കുറച്ചു നേരം നോക്കി നിന്ന് പിക്സും വീഡിയോസും എടുക്കാനൊന്നും മറന്നു. ഞാൻ 9th പഠിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് ഊട്ടിയിലേക്ക് ടൂർ വന്നിട്ടുണ്ട്. അപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്, ഹെയർപിൻ ബെൻസ് കയറുമ്പോൾ തല കറങ്ങും, അതുപോലെ തന്നെ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും, എന്നിട്ട് ലെമൺ കയ്യിൽ കരുതാനും അതുപോലെ തന്നെ വോമിറ്റ് ചെയ്യാതിരിക്കാനുള്ള ടാബ്ലറ്റ് കഴിക്കാനും എല്ലാം പറഞ്ഞതൊക്കെ ഞാൻ ഓർക്കും. പക്ഷെ എനിക്ക് അന്നും ഇന്നും തല കറക്കം അതുപോലെ തന്നെ വോമിറ്റിംഗ് ടെൻഡൻസി ഇതൊന്നും ഉണ്ടായില്ല. എനിക്കങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഇങ്ങനെ ബെൻസ് കയറും തോറും തണുപ്പ് കൂടി കൂടി വരുന്നുണ്ട് കേട്ടോ. ഈ കാണുന്ന വെയിൽ മാത്രമേ ഉള്ളൂ, ചൂട് നമുക്ക് ഒട്ടും ഫീൽ ചെയ്യില്ല. തണുപ്പാണ് കയറി നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ ഊട്ടി എന്നുള്ളൊരു പ്ലാൻ ഞങ്ങളുടെ മൈൻഡിൽ പോലും ഉണ്ടായില്ല. ആദ്യം മണാലിക്ക് പ്ലാൻ ചെയ്തു, കുറേ പാക്കേജും കാര്യങ്ങളെല്ലാം നോക്കി, അവർ കോണ്ടാക്ട് ചെയ്തു, എല്ലാം സെറ്റാക്കി. ലീവിൻ്റെ കാര്യം കുറച്ച് ഡൗട്ടായിരുന്നു, കാരണം ഏകദേശം 1 വീക്കോളം ലീവ് വേണമായിരുന്നു ഞങ്ങൾക്ക് 2 പേർക്കും. പോരാത്തതിന് ഞങ്ങളുടെ ഈ ഡിസ്കഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ടിക്കറ്റ് നോക്കിയപ്പോൾ ട്രെയിൻ ടിക്കറ്റും അവൈലബിൾ ആയിരുന്നില്ല. അങ്ങനെ ആ പ്ലാൻ അവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്തു. മാർച്ച് 31 മൺഡേ ആണ് വരുന്നത്. ഇയർ എൻഡിങ് ആണല്ലോ, എങ്ങോട്ടെങ്കിലും 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യാന്ന് വെച്ചാലും അന്നത്തെ ലീവായിരുന്നു അടുത്ത ടാസ്ക്. എനിവേ ചേട്ടന് ലീവ് തന്ന ചേട്ടൻ്റെ BMനും എനിക്ക് ലീവ് തന്ന എൻ്റെ SMനും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ കാണുന്ന ലാവൻഡർ കളറുള്ള പൂക്കളുള്ള മരം കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ. എനിക്ക് തോന്നുന്നു അതിൽ ഇലകൾ കുറവാണ്, പൂക്കളാണ് കൂടുതൽ. പോകുന്ന വഴിക്കെല്ലാം ഇതിങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അങ്ങനെ അധികം ആളുകളൊന്നും ഇല്ലാത്ത നല്ലൊരു വ്യൂ പോയിന്റ് നോക്കി തിരഞ്ഞെടുത്ത് ഞങ്ങൾ വണ്ടി അവിടെ നിർത്തി. ഇനി നമുക്ക് സ്റ്റാറ്റസും സ്റ്റോറിയും എല്ലാം ഇടണമല്ലോ, അപ്പോൾ അതിനായിട്ട് കുറച്ച് പൊട്ടത്തരങ്ങൾ കാണിച്ചു കൊടുക്കുന്ന തിരക്കിലാണ് ഞങ്ങൾ 2 പേരും. അത് കഴിഞ്ഞ് പിന്നെയും ട്രാവൽ തുടങ്ങി. ഊട്ടിയിൽ നിന്നുള്ള ടോയ് ട്രെയിനിൻ്റെ റെയിൽവേ ട്രാക്കെല്ലാം കാണാൻ പറ്റി. അതിലും ഞങ്ങൾ ടിക്കറ്റ് നോക്കി, പക്ഷേ അവൈലബിൾ ആയിരുന്നില്ല. മേ ബി ഞങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ. ഈ ഒരു ഭാഗമൊക്കെ എത്തിയപ്പോഴത്തേനും നല്ല രീതിക്ക് തണുപ്പ് വന്നു. കൈയെല്ലാം ഫ്രീസ് ആയ പോലെ ഉണ്ടായിരുന്നു. ഈ കാണുന്ന യെല്ലോ ആൻഡ് റെഡ് ഒരേ കളറുള്ള പെയിന്റ് അടിച്ചിട്ടുള്ള വീടുകളാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നീട് ചേട്ടനാണ് പറഞ്ഞത് അത് എന്തിൻ്റെ ആഡാണെന്ന്. ഫൈനലി ഞങ്ങൾ ഇവിടെ റീച്ചായി. പിന്നെ റൂമിൽ വന്നു, ചെക്ക് ഇൻ ചെയ്തു. റൂം എത്തിയപ്പോഴാണ് ഒരു സമാധാനമായത്. ബാഗും കാര്യങ്ങളെല്ലാം വെച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ലഞ്ച് കഴിക്കാനായിട്ട് പുറത്തുപോയി. ബായ് വീട്ട് ബിരിയാണി എന്ന് പറഞ്ഞൊരു ഷോപ്പിലാണ് ഞങ്ങൾ കയറിയത്. ചേട്ടൻ ചിക്കൻ ബിരിയാണിയും ഞാൻ അവിടെ നിന്ന് ഫ്രൈഡ് റൈസുമാണ് വാങ്ങിച്ചത്. ബിരിയാണിയേക്കാളും ക്വാണ്ടിറ്റിയും ടേസ്റ്റും എല്ലാം കൂടുതൽ ഫ്രൈഡ് റൈസിനായിരുന്നു. ഞാനത് പകുതി കഴിച്ചിട്ട് ബാക്കി ചേട്ടന് തന്നെ കൊടുത്തു. പിന്നെ ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡൻ കാണാനായിട്ട് പോയി. ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ അകത്ത് കയറി. ഗാർഡൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ എടുത്തിട്ടുള്ള റൂമും. ഒക്കെ കണ്ടു നടക്കാൻ വലിയ കൗതുകമൊന്നും തോന്നിയില്ല. മുമ്പ് കണ്ടിട്ടുള്ള പോലെ തന്നെ വലിയ ചേഞ്ചൊന്നും എവിടെ ഉണ്ടായില്ല. കുറച്ച് നടന്നു. പിന്നെ ഞങ്ങൾ ഗ്ലാസ് ഹൗസ് അങ്ങനെ എന്തോ പേരുള്ളൊരു സംഭവത്തിൽ കയറി. ഇതിനകത്ത് പല ടൈപ്പ് ആൻഡ് കളേഴ്സ് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. കുറേ പേര് ഈ പൂക്കളുടെ അടുത്ത് നിന്ന് പിക്സ് എടുക്കാനൊക്കെ തിരക്ക് കൂട്ടുന്നത് കൊണ്ട് എനിക്ക് കാര്യമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്നാലും എനിക്ക് പറ്റുന്ന പോലെ എന്തൊക്കെയോ എടുത്തിട്ടുണ്ട്. ഈ പൂക്കളുടെ ഒരു പരിപാടി മാത്രമാട്ടോ എനിക്കിവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. ഇതൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കാണുമ്പോൾ ഒരു സന്തോഷം. എനിക്ക് ഈ ചെടികളോടൊക്കെ കുറച്ച് താല്പര്യം കൂടുതലാണ്. ഗാർഡനിങ് ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള പരിപാടിയാണ്. സ്വന്തമായിട്ടൊരു വീട് വെച്ച് അതിൻ്റെ മുറ്റത്ത് ഇതുപോലെ പല പല നിറത്തിലുള്ള പൂക്കളും ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കണം. അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അതിലൊരെണ്ണം നമുക്ക് കണ്ടിട്ട് വരാം. ക്രിഞ്ചായി പോയല്ലേ, സാരില്ല. സന്ധ്യ ആവാറായപ്പോൾ ഇവിടെ ഒടുക്കത്തെ തിരക്ക്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളെല്ലാം നോക്കി. ഒന്നും വാങ്ങിച്ചില്ല, ഏതും അങ്ങനെ കാര്യമായിട്ട് ഇഷ്ടമായില്ല. വീണ്ടും തണുപ്പ് കൂടി കൂടി വരുന്നുണ്ടായിരുന്നു. ഞങ്ങളപ്പോൾ ഒരു ഡ്രൈവ് പോയി. ചേട്ടൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഇവിടെ ദൊഡ്ഡപ്പെട്ട വ്യൂ പോയിന്റ് എന്ന് പറയുന്ന ഒരു ഹിൽ പോയിന്റ് ഉണ്ടെന്ന്. അപ്പോൾ അങ്ങോട്ട് പോകുമായിരുന്നു ഞങ്ങൾ. ഇപ്പോൾ ഏകദേശം സമയം 5:45 6 മണി അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്.
കുറച്ച് ദൂരം പോയപ്പോഴാണ് അറിഞ്ഞത് ആ ഹിൽ പോയിന്റിലേക്ക് 5 മണിക്ക് ശേഷം വിസിറ്റേഴ്സ് അലൗഡ് അല്ല എന്നുള്ളത്. ഞങ്ങൾ തിരിച്ചു വന്നില്ല, കാരണം അപ്പോഴത്തേനും ഞങ്ങൾ ഈ ഒരു കാഴ്ച കണ്ടു. ഒരാൾക്ക് 20 രൂപയാണ് ഇങ്ങോട്ട് കയറാനുള്ള എൻട്രി ഫീ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എത്തിയാൽ നമ്മൾ വീഡിയോസും പിക്സും എല്ലാം മുടങ്ങാതെ എടുക്കണമല്ലോ, അപ്പം അത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. कैसे कटे दिन रात, कैसे हो तुझसे बात, तेरी याद सतावे रे, ओ सजनी रे. 7 മണിയൊക്കെ ആയപ്പോഴത്തേനും റൂമെത്തി. നല്ല രീതിക്ക് തണുപ്പുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരുടെയും വോയിസ് നല്ലോണം ചേഞ്ചായി. റൂമിലുണ്ടായിരുന്ന TV-യിൽ കുറച്ച് മൂവീസ് ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഈ ഒരു മൂവിയാണ് ഞങ്ങൾ കണ്ടത്. ഈ ഒരു തണുത്ത ക്ലൈമറ്റ് കൊണ്ടോണമെന്നറിയില്ല, വിശപ്പ് അധികം ഫീൽ ചെയ്തില്ല. ഇതാണ് ഞങ്ങളുടെ റൂമിൽ നിന്നും പുറത്തേക്കുള്ള വ്യൂ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. 8:30-ക്ക് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പുറത്തിറങ്ങി. നടന്നാണ് പോയത്. സമാധാനപരമായ തണുപ്പുള്ളൊരു രാത്രി. അതിലിങ്ങനെ നടന്നു പോകാൻ നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ അടുത്തടുത്തുള്ള വീടുകളും ബിൽഡിങ്സും അതിൽ രാത്രി ലൈറ്റും കാര്യങ്ങളും എല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. ഭക്ഷണം കഴിക്കണ മുന്നേയും ഭക്ഷണം കഴിച്ചിട്ടും കൈ കഴുകണമല്ലോ, അതും തണുത്ത വെള്ളത്തിൽ. ആ വെള്ളത്തിൻ്റെ തണുപ്പ് എനിക്ക് ഇപ്പോഴും ഓർക്കാൻ വയ്യ. ഞങ്ങൾ റൂമിൽ വന്ന് കിടന്നുറങ്ങി. ഇത് അടുത്ത ദിവസം രാവിലെ മൺഡേ കാലത്ത് റൂമിലെ കേർട്ടൻ മാറ്റിയപ്പോൾ കണ്ട വ്യൂ ആണ്. പിന്നെ ഞങ്ങൾക്കന്ന് കുറേ കോൾസും വീഡിയോ കോൾസും മെസ്സേജും കാര്യങ്ങളും എല്ലാം ആയിരുന്നു. കുറേ വിഷസും കാര്യങ്ങളൊക്കെ അതിനെല്ലാം റെസ്പോണ്ട് ചെയ്ത ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഒരു കേരള ഹോട്ടലിലാണ് കയറിയത്. ഞാൻ പൂരിയും ചേട്ടൻ അതുപോലെ തന്നെ മസാല ദോശയാണ് കഴിച്ചത്. അവിടുന്ന് ചായയും കോഫിയും ഒന്നും കിട്ടിയില്ല. പെരുന്നാളായതുകൊണ്ട് ചായ ഉണ്ടാക്കുന്ന ആൾ വന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. ഫുഡ് കഴിച്ച് വന്ന് ഞങ്ങളുടെ തിങ്സ് എല്ലാം പാക്ക് ചെയ്തു. 11 മണിക്ക് ഞങ്ങൾക്ക് റൂം ചെക്കൗട്ട് ചെയ്യണമായിരുന്നു. അങ്ങനെ ചെക്കൗട്ട് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. റൂമിൽ നിന്ന് ഇറങ്ങണ മുന്നേ തന്നെ കുറച്ച് ഹിൽ പോയിന്റ്സ് ഒക്കെ നോക്കി വെച്ചിട്ടുണ്ടായി. അപ്പോൾ നേരെ അങ്ങോട്ടാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേർക്കും നല്ല വിഷമമുണ്ടായിരുന്നു. ട്രിപ്പ് പെട്ടെന്ന് കഴിഞ്ഞു. റിലാക്സ്ഡ് ആയിട്ടൊരു ടൈം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു. ഇനി തിരിച്ചു പോകണം, അതും പാലക്കാടിലേക്ക്. കൊടും ചൂട്. അതൊക്കെ ഓർത്തും ഭയങ്കര വിഷമം. പക്ഷേ ഇവിടെ തന്നെ ഇരിക്കാൻ പറ്റില്ലല്ലോ, പോയല്ലേ പറ്റൂ. ഞങ്ങളീ പോകുന്നത് ഒരു വ്യൂ പോയിന്റ് കാണാനാണ്. അതിൻ്റെ പേരെന്താണെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. പക്ഷേ പോകുന്ന വഴിയിൽ നല്ല ഭംഗിയുള്ള മരങ്ങളും കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇങ്ങോട്ടേക്കുള്ള എൻട്രി ഫീ എന്ന് പറയുന്നത് 20 രൂപയാണ്. ഇവിടെ എല്ലാത്തിനും എൻട്രി ഫീ ഒരു 20, 40, 30 ആ റേഞ്ചൊക്കെ ഉള്ളൂ. അല്ലാതെ വല്ലാതെ വലിയ എമൗണ്ട് ഒന്നുമില്ല. ഇതൊരു ഹൈറ്റുള്ള പോയിന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഊട്ടിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. എനിക്കിവിടെ നിൽക്കുമ്പോൾ കാല് വിറയ്ക്കുന്നത് പോലെ തോന്നി, കാരണം എനിക്ക് ഈ ഹൈറ്റൊക്കെ ഭയങ്കര പേടിയാണ്. മേളിലേക്ക് കയറും തോറും തണുപ്പ് കൂടാണല്ലോ. നിങ്ങൾക്ക് ഈ കാണുമ്പോൾ ഇത് വെയിലായിട്ട് തോന്നുമെങ്കിലും ഇവിടെ ഭയങ്കര തണുപ്പാണ്. അവിടെ നിന്നിറങ്ങി ഞങ്ങൾ നേരെ ഒരു ചായ കുടിക്കാനായിട്ട് പോയി. ചൂടുള്ള ചായയും മുളക് ബജിയാണ് ഞങ്ങൾ കഴിച്ചത്. ചൂട് ചായ വരെ പെട്ടെന്ന് തണുത്ത് പോകുന്ന പ്രതിഭാസമാണ് ഇവിടെ. ഈ ക്ലൈമറ്റിൻ്റെ പ്രത്യേകത കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, വലുതായിട്ട് വിശപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായില്ല. ഈ ചായ കുടിച്ചതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു തേയിലത്തോട്ടം ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് പോയി. ഒരു കപ്പിൾ ഡാൻസ് ചെയ്യണമെന്ന് ചേട്ടൻ കൂടെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആളുകളൊക്കെ ഉള്ള ഭാഗത്ത് ഇങ്ങനെ വരുമ്പോൾ ചെയ്യാനായിട്ട് ഭയങ്കര മടി. ഇവിടെ ആണെങ്കിൽ അധികം ആരും ഉണ്ടായില്ല. പക്ഷെ ഞങ്ങൾ പ്രോപ്പറായിട്ടൊരു പാട്ടോ ഡാൻസോ ഒന്നും ഞങ്ങൾ സെലക്ട് ചെയ്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ട് അൺപ്ലാൻഡ് ആയിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. ഞാൻ എത്ര വേണ്ടെന്ന് പറഞ്ഞാലും എന്നെക്കൊണ്ട് നിർബന്ധിച്ച് ഓരോന്നും ഇവിടുന്ന് ചെയ്യിക്കുകയായിരുന്നു എൻ്റെ ഭർത്താവ്. ഞങ്ങളിപ്പോൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങളിലെല്ലാം ബൈക്ക് നിർത്തി കുറച്ച് നേരം നോക്കി വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെയാണ് വന്നത്. പിന്നെ നമുക്ക് ഇവിടുന്ന് റീൽസ് എടുക്കാമെന്നായി ചേട്ടൻ. നീ നേരത്തെ ചെയ്തതല്ല, ഞാൻ കാണിച്ചു തരാം ഡാൻസ് എന്താണെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് എന്നെയും കൂടെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ, നമുക്ക് ആ സോങ് ചെയ്യാം, ഇത് മതി അത് മതി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴത്തേനും ഒരു ട്രാവലർ വന്ന് ഞങ്ങളുടെ കുറച്ചപ്പുറത്തായി നിർത്തി. അതിൽ നിന്നും കുറേ പേര് ഇറങ്ങി. അത് കണ്ടപ്പോൾ ആൾ എൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് നിന്ന് ഇവിടുന്ന് കുറച്ച് സ്റ്റെപ്പൊക്കെ ഇട്ട് നോക്കുന്നുണ്ട്. എന്നെയും ഡാൻസ് ചെയ്യാൻ കുറേ നിർബന്ധിച്ചു. പക്ഷെ ഞാൻ എന്നെ കൊന്നാലും ചെയ്യില്ല എന്നുള്ള ഭാവത്തിൽ നിന്നു. അപ്പോഴാണ് ഞങ്ങളിവിടെ ഒരാളെ കണ്ടത്. ആളുകൾ കളയുന്ന വേസ്റ്റിൽ നിന്നും ഫുഡ് ഉണ്ടോ എന്ന് തപ്പി നോക്കുമായിരുന്നു കക്ഷി. ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ കഴിക്കാനുള്ള എന്തൊക്കെയോ ഐറ്റംസ് കയ്യിലുണ്ടായിരുന്നു. ഇനി ഇതെങ്ങാനും ചാടി വന്നാലോ എന്നുള്ള പേടി കൊണ്ട് ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. കുറച്ചുകൂടെ പോയപ്പോൾ ചേട്ടന് ഓഫീസിൽ നിന്നൊരു കോൾ വന്നു. അത് അറ്റൻഡ് ചെയ്യാനായിട്ട് വണ്ടി നിർത്തിയപ്പോൾ ഞാൻ അടുത്തൊരു കുഞ്ഞു വാട്ടർഫോൾസ് കണ്ടു. സോറി, 1 അല്ല 2 3 കുഞ്ഞു വാട്ടർഫോൾസ് ആയിരുന്നു. ഇവിടെ എത്തിയപ്പോഴാണ് എൻ്റെ മൊബൈലിന് റേഞ്ച് കിട്ടിയത്. പിന്നെ ഞാൻ വീട്ടിലേക്ക് കോൾ ചെയ്ത് സംസാരിച്ചു. പിന്നെ അവിടുന്ന് വീണ്ടും ഞങ്ങൾ വണ്ടി എടുത്ത് വന്നു. ഇപ്പോൾ ഞങ്ങൾ താഴത്തോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. ഇപ്പോഴാണ് വെയിലിൻ്റെ ചൂട് മനസ്സിലാവാൻ തുടങ്ങിയത്. തണുപ്പ് പതിയെ കുറയുന്നുണ്ട്. അതുപോലെ തന്നെ ചൂട് ഫീൽ ചെയ്ത് വരുന്നുണ്ട്. ഞങ്ങൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ പാലക്കാട് നിന്ന് ഊട്ടിയിലേക്ക് ലൊക്കേഷൻ ഇട്ടപ്പം ഏകദേശം 140 കിലോമീറ്ററിൻ്റെ അടുത്താണ് കാണിച്ചത്. പക്ഷേ അറൗണ്ട് 5 hours ആയി നമ്മൾ ഊട്ടി എത്താനായിട്ട്. കോയമ്പത്തൂരൊക്കെ എത്തുന്ന മുന്നേ ഞങ്ങൾ ലഞ്ച് കഴിച്ചു.
നല്ല വിശപ്പായിരുന്നതുകൊണ്ട് വീഡിയോ എടുക്കാൻ എനിക്ക് ഓർമ്മയില്ല. പാലക്കാട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ചൂടൊരു രക്ഷയില്ല. ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്തു. വെള്ളത്തിനോട് ഇത്രയും ആക്രാന്തം ഇതിന് മുന്നേ തോന്നിയിട്ടുണ്ടോ എന്ന് അറിയില്ല. അത്രയ്ക്ക് ദാഹം. ഞങ്ങൾ ഒരു കരിക്കും വാട്ടർമെലണും കഴിച്ചു. സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട്. പാലക്കാട് ടൗൺ എത്താറായി. എനിക്ക് ബാക്ക് പെയിൻ ഉണ്ടായില്ല, പക്ഷെ കാല് നല്ല പോലെ വേദന എടുക്കുന്നുണ്ടായിരുന്നു. ഒന്ന് വീടെത്തി കിടന്നാൽ മതി, ഫുഡ് പോലും വേണ്ടാന്ന് തോന്നി എനിക്ക്. അങ്ങനെ ഈ ട്രിപ്പ് അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.